ഹായ് ഓൾ, എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രാവൽ വീഡിയോയൊന്നും ആയിട്ടല്ല എത്തിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു എത്തിയിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ എന്ന് പറഞ്ഞപ്പം മാർച്ച് മാസത്തിൽ, അതായത് കുട്ടികളുടെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. എടുത്ത് വെച്ച് പിന്നെ എങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യാനെന്നുള്ള സമയം കിട്ടില്ല. പിന്നെ സ്കൂൾ അടച്ചു, പിന്നെ ഒരു ടൂറൊക്കെ പോയി. പിന്നെ ടൂർ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ വീഡിയോസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് സമയം പോയിട്ടോ. പിന്നെ ഇതിപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം വരെ കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അരിയുന്നത് കപ്പയാണ് കേട്ടോ. കുറേ കപ്പയുണ്ടായിരുന്നു. അപ്പം പുഴുങ്ങിയിട്ടൊക്കെ ബാക്കി വന്നപ്പോഴും ഞാൻ ഓർത്ത് കുറച്ചൊക്കെ പുഴുങ്ങി കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു മടുപ്പാണ്. പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ എല്ലാ ദിവസവും വേണമെന്നൊക്കെ ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെയും അങ്ങനെയായിരുന്നു. എല്ലാ വീടുകളിലും തന്നെ എല്ലാ ദിവസവും ഒരു മിക്കവാറും ദിവസങ്ങളിലും കപ്പ പുഴുക്കൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ മിക്കവാറും ആൾക്കാർക്കും കപ്പ എല്ലാ ദിവസമൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറ്റും, അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ഷുഗർ, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ കപ്പ കുറച്ച് കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോഴേക്കുമേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അരിഞ്ഞ് വെച്ചാലോ എന്ന്. പണ്ടൊക്കെ മിക്കവാറും വീടുകളിലും ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് പുഴുങ്ങി ഉണങ്ങി അങ്ങ് വെക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ എൻ്റെ മമ്മി ആണെങ്കിൽ കപ്പ ഇങ്ങനെ അരിഞ്ഞ് വാട്ടി ഉണങ്ങി അങ്ങ് വെക്കും. എന്നിട്ട് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, മഴയൊക്കെ അങ്ങ് പെയ്ത് തുടങ്ങുമ്പോഴേക്കും നല്ല രസമാണ്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കപ്പയൊക്കെ വറുത്തിട്ട് നല്ല ചൂടോടെ മഴയൊക്കെ കണ്ട് ഒരു കട്ടൻ കാപ്പിയും ഈ കപ്പ വറുത്തതൊക്കെ കഴിക്കാൻ അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ഓർക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു വൈബ് മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനോടൊന്നും വലിയ പ്രിയമുണ്ടാവത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലേസ്, കുർക്കുറെ, ബിങ്കോ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ടൈപ്സ് ചിപ്സുകൾ കടയിൽ പാക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് നല്ല മയമുണ്ട്, അവർക്ക് തിന്നാൻ ആ ഒരു ടേസ്റ്റും അതൊക്കെ ഭയങ്കരമാണ്. അതുകൊണ്ട് ഇതിനോടൊന്നും അങ്ങനെ വലിയ പ്രിയമൊന്നുമില്ല. എന്നാലും ഞാനിതൊക്കെ തീറ്റിക്കും കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ കഴിച്ച് ശീലിക്കണമെന്നാണ്. വലുതായി കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് ചെറുപ്പത്തിൽ ശീലമില്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ നമ്മളൊരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല. അവരോട് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കത്തുള്ളൂ. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ചെറുപ്പത്തിൽ തന്നെ എല്ലാം കഴിപ്പിച്ച് ശീലിപ്പിച്ച് കഴിഞ്ഞാലേ അവർ വലുതാകുമ്പോഴും ഇതൊക്കെ കഴിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോട് വലിയ പ്രിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തീരെ കനം കുറച്ചാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷീൻ അങ്ങനെ ഇങ്ങനെ കനം കുറച്ച് അരിയാൻ പറ്റിയ മെഷീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഈ കപ്പ ചിപ്സ് പാക്കറ്റിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല കനം കുറച്ച് നല്ല ലേസിൻ്റെ ആ ഒരു കനത്തിൽ നല്ല ഇവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് അതുപോലെയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ അരിയാനുള്ള മെഷീനൊന്നുമില്ല. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് അരിയുന്നത്. അപ്പം സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും വറുക്കുന്നത് കുറച്ച് കട്ടിയിലാണ് വറുത്തിരിക്കുന്നത്. അതിപ്പം കടയിൽ നിന്നൊന്നും അങ്ങനെ ചിപ്സ് വാങ്ങിച്ച് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അതങ്ങ് കഴിച്ചോളുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കടയിലുള്ള ചിപ്സ്, എല്ലാ കുട്ടികൾക്കും തന്നെ ഈ കടകളിൽ കിട്ടുന്ന എല്ലാ ചിപ്സും കഴിച്ച ഒരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭയങ്കര കടുപ്പത്തിൽ ഉണ്ടാക്കി അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് എന്തുമാത്രം കനം കുറച്ച് അരിയാവോ അതിന് മാത്രം കനം കുറച്ച് അരിയണം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്നങ്ങ് അരിഞ്ഞു കേട്ടോ. കുറച്ച് തലേദിവസം അരിഞ്ഞു വെച്ചു. എന്നിട്ട് തലേദിവസം അരിഞ്ഞിട്ട് ഞാനതങ്ങ് വെള്ളത്തിലിട്ടു. അപ്പോൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ലല്ലോ, കറുത്തൊന്നും പോകുകയല്ലോ. പിന്നെ ബാക്കി പിറ്റേ ദിവസം എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞപ്പം അങ്ങ് അരിയുവാണേ. അങ്ങനെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അതിൻ്റെ കനം കണ്ടോ. എനിക്ക് അത്രയ്ക്ക് കനം കുറച്ച് അരിഞ്ഞിട്ട് പിന്നെ ഞാൻ തലേദിവസം അരിഞ്ഞതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് കഴുകി വാരുവാണ്. ഇതങ്ങ് അരിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇതിന് സ്റ്റാർച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കഴുകി വരാൻ നേരത്ത് നമുക്ക് കാണാം ഈ വെള്ള കളറായി വരും. ഞാനൊരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു വലിയ ചെരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വലിയ കുറച്ച് മുഴുത്ത ചെരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കപ്പയെല്ലാം കൂടെ കൂടി കിടന്ന് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇളക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കപ്പ ചിലപ്പം അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് നല്ലപോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നില്ലെങ്കിൽ അടിഭാഗത്തൊക്കെ അങ്ങ് വെന്ത് പോകാനും മേൽഭാഗത്തുള്ളത് ശരിക്കും വേകാതെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വലിയ ചെരുവ് എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം അങ്ങ് ഒഴിച്ചു കിട്ടും. നല്ലപോലെ അങ്ങ് മുങ്ങി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴേക്ക് ഈ കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചോട്ടെ.
അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കപ്പയ്ക്കൊക്കെ ഒരുപാട് നേരമൊന്നും വേണ്ട, അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് കനം കുറച്ചരിഞ്ഞ കപ്പയല്ലേ. ഈ കപ്പ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളുടെ ബീഫ് വേവിക്കുന്നതിൻ്റെ ഇരട്ടി വേവുള്ള കപ്പയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം അത്രയ്ക്ക് വേവുള്ള കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ കപ്പയ്ക്ക് കുറച്ച് നേരം എടുത്തു ഒന്ന് വാടി കിട്ടാനായിട്ട്. സാധാരണ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിളച്ച വെള്ളത്തിനകത്തോട്ടിട്ട് ഒരു 2 മിനിറ്റ് ആ വെള്ളത്തിനകത്ത് കിടന്ന പാടെ അതങ്ങ് വാങ്ങിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു വാങ്ങിയെടുക്കണ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പ ഒരു പീസ് എടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ കൈനകം വെച്ചിട്ട് നല്ലപോലെ നമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പൊട്ടി വരണം. അപ്പോൾ ആ ഒരു പരുവത്തിന് ആയി കഴിയും വാങ്ങിയാൽ മതിയാവും. അപ്പോൾ സാധാരണ കപ്പയെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേകുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഇതൊരു 5 മിനിറ്റിന് മേലെ എടുത്തു ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. വേഗണ്ട, ഒന്ന് ഈ കപ്പയൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു പരുവത്തിനായി കഴിഞ്ഞപ്പോൾ ഞാനിതിനെ കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് മുഴുവനും മാറ്റിയതിന് ശേഷം നമ്മൾ കോരിയെടുത്തിരിക്കുന്ന വാട്ടിയെടുത്തിരിക്കുന്ന ആ കപ്പയുണ്ടല്ലോ അതിനകത്തോട്ട് ആ ടാപ്പിലെ വെള്ളം അങ്ങനെ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക, ഒന്നല്ല ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ കഴുകിയെടുത്തു കേട്ടോ. കാരണം ഇതങ്ങ് വാടി കഴിയുമ്പോഴുണ്ടല്ലോ ഈ കപ്പ ഇങ്ങനെ ഉണങ്ങാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അതിൻ്റെ ആ പശ കാരണം ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പും പശയും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകുന്നത്. അങ്ങനെ തണുത്ത വെള്ളത്തിൽ വെച്ചാൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമല്ല, നോർമൽ വാട്ടർ ഉണ്ടല്ലോ ആ പൈപ്പിൽ നിന്ന് വരുന്നത്, ആ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് വേണം ഇത് ഉണങ്ങാനിടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കഴുകി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ഉടഞ്ഞു പോകുന്നില്ല. ഇതിങ്ങനെ ഞാൻ ഒരുമിച്ചിട്ട് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴൊന്നും കണ്ടോ ഒന്ന് വാടി കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു വേവ് നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അരിപ്പ പാത്രത്തിൽ ഇട്ട് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അതിനുള്ളിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിക്കോളുമല്ലോ. എന്നിട്ട് ഉണങ്ങാൻ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി നേരമൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ വലിയ 2 അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ അലുമിനിയത്തിൻ്റെ വലിയ അടപ്പിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 എടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടാണ് ഉണങ്ങാനായിട്ട് വെക്കുന്നത്. ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നമ്മൾ വരെയൊക്കെ കരിഞ്ഞു പോകുന്ന ഒരു തരം വെയിൽ, എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. അപ്പോൾ പിന്നെ ഇതങ്ങ് പെട്ടെന്ന് ഉണങ്ങി കൊട്ടിക്കോളുമല്ലോ. അപ്പോൾ അത് ഉണങ്ങാൻ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുക്കും, വെയിൽ ആറി കഴിയുമ്പോഴേക്കും എടുക്കും. ഇടയ്ക്ക് ഒരു മഴക്കോളുള്ളപ്പോഴൊക്കെ ഒരു ടെൻഷനാണ്, മഴ പെയ്യോ മഴ തോളുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ മഴക്കാറൊക്കെ വരുമ്പോൾ എടുത്തൊന്ന് മാറ്റും, എന്നിട്ട് പിന്നെ വെയിൽ തെളിയുമ്പോൾ പിന്നെയും കൊണ്ട് വെക്കും. അങ്ങനെയൊക്കെയല്ലേ ഇപ്പം നമ്മൾ എന്തുണങ്ങാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇടയ്ക്കൊക്കെ മറക്കാതെ ഇളക്കി കൊടുക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഭാഗത്തുള്ളതൊക്കെ ഈർപ്പം പിടിച്ചിരിക്കും, മേലെ ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെയൊക്കെയല്ല, അപ്പോൾ എല്ലാം ഒരേപോലെ ഉണങ്ങി കിട്ടണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിതൊരു 4 ദിവസം എടുത്തിട്ടാണ് ഉണങ്ങിയെടുത്തത് കേട്ടോ. ചില ആൾക്കാരൊക്കെ 4 ദിവസം ഉണങ്ങാനൊന്നും വെക്കാറില്ല, 2 ദിവസം കൊണ്ടൊക്കെ നല്ലപോലെ ഉണങ്ങിയതുപോലെ ഉണ്ടാവും, അന്നേരം ഇപ്പോൾ എടുക്കാറുണ്ട്. ഞാൻ ഈ 4 ദിവസം എടുത്ത് നല്ലപോലെ അങ്ങ് ഉണക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെടുത്ത് ഡപ്പയിലൊക്കെ അടച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇനിയിപ്പോൾ ഈ വേനൽമഴയാണെന്നുണ്ടെങ്കിൽ പെയ്ത് കഴിഞ്ഞാൽ ഒരു തണുത്ത ഒരു കാലാവസ്ഥ വരുമ്പോഴേക്കും ഇതിനുള്ളൊരു ഡപ്പയ്ക്കകത്ത് എടുത്ത് വെക്കുന്നതാണെങ്കിലും ഒന്ന് തണുത്തൊക്കെ പോകും. അപ്പോൾ അന്നേരം ഇപ്പം ചിലപ്പം ഇത് പൂപ്പൽ പിടിച്ച് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, അപ്പം നല്ലപോലെ ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, പൂപ്പൽ പിടിച്ചൊന്നും പോകാനൊന്നും പാടില്ലല്ലോ. അതുകൊണ്ടാണ് 4 ദിവസം ഞാൻ ഉണക്കിയെടുത്തത്. അപ്പം വെയിൽ മാറുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ മാറി മാറി ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അവസാനത്തെ ദിവസം ഞാൻ ഒരു പാത്രത്തിനകത്താക്കി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിലാക്കി ഇട്ടാൽ മതിയല്ലോ എന്ന് വെച്ചാൽ ആ ഒരു അടപ്പാണ് ഉണങ്ങിയെടുത്തത്. അങ്ങനെ 4 ദിവസത്തെ ഉണക്കിന് ശേഷം എനിക്കങ്ങ് സന്തോഷമായി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അരിഞ്ഞെടുത്ത് ഉണങ്ങി കിട്ടുക എന്ന് പറയുമ്പം അത് ഓർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണങ്ങിയെടുത്ത് ഞാനെടുത്തൊരു വലിയ ഡപ്പയ്ക്കകത്താക്കാൻ വേണ്ടി വലിയൊരു ഡപ്പയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഈ ഒരു ഡപ്പയുടെ പകുതി ഇത് നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ഉണ്ടായിരുന്നു, ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഉള്ളൂ എന്ന് ഞാൻ ഓർത്ത് അയ്യടാ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ഞാനൊന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അന്ന് അപ്പോഴേക്കും വൈകുന്നേരം ആയായിരുന്നു കേട്ടോ. എൻ്റെ മോനാണെങ്കിൽ പുറകെ നടക്കുമായിരുന്നു.
എമ്മേ കപ്പ ചിപ്സ് ഉണ്ടാക്കി കപ്പ ചിപ്സ് ഉണ്ടാക്കി താന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ പണിയുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കി കൊണ്ടു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ചായയുടെ സമയത്ത് വൈകുന്നേരം ഇച്ചിരി കപ്പ ചിപ്സ് ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇവൻ്റെ പുറകെ ഒന്ന് രാവിലെ തൊട്ടേ പുറകെ നടപ്പാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്കാൻ നേരത്ത് സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്ത് ഈ പിള്ളേർക്ക് ഇങ്ങനെയാണല്ലോ, അവർക്കൊരു തിടുക്കമാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പുറകെ നടന്ന കാരണം പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും വറുത്തെടുക്കാൻ നേരത്ത് ഇങ്ങനെയാണ് ചെയ്യണത്. ഒരു പാത്രം വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതിങ്ങനെ ഒരു ചെരുവത്തിന് മേലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ എണ്ണയിൽ വറുത്ത് കോരുന്ന് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എണ്ണ പെട്ടെന്ന് ഇങ്ങനെ വാർന്നങ്ങ് പൊക്കോളൂ. അതിനകത്ത് നിന്ന് എളുപ്പമാണ് എണ്ണ പോകാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ അടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടി കുറച്ച് നേരം സ്റ്റൂൾ എടുത്തിട്ട് അടുത്ത് നിന്നു. ഞാൻ പറയാം എണ്ണയാണ്, തെറിക്കും, മാറി നിൽക്കുക എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു. എന്നാലും പിന്നെ അടുത്തടുത്ത് വരും. അത് ഈ എല്ലാ പിള്ളേർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലോ. പിന്നെ ഇടയ്ക്ക് താണ്ട് ഈ പാചകത്തിൽ കയറിയിരുന്നു ഇച്ചിരി മാറി എണ്ണ കാണുമ്പോൾ ഒരു പേടിയുണ്ട്, തിളച്ച എണ്ണയും പുകയൊക്കെ വരുമ്പോഴേ. പക്ഷേ എന്നാലും അവർക്കിത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിടുക്കമാണ് അതിനേക്കാളും കൂടുതൽ. ഇടയ്ക്കിടയ്ക്ക് കൈ നീട്ടി വരുമായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാറ്റി വിടുമായിരുന്നു. നല്ല ചൂടാണ്, പൊള്ളിപ്പോകും, ഇത് ഉപ്പിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റി വിടുമായിരുന്നേ. ഈ ഒരു തിടുക്കം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഇച്ചിരി വറവ് കൂടി കരിഞ്ഞു പോയിട്ടില്ല, എന്നാലും ഇത്രയും അങ്ങ് വറക്കണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടേ. അപ്പം ഞാനിങ്ങനെ വറുത്ത് കോരി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് നേരം അങ്ങനെ അങ്ങ് വെച്ചേക്കും, എണ്ണയൊക്കെ വാർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ എണ്ണയൊക്കെ വാർന്നു പോയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് തൂളി കൊടുക്കുന്നുണ്ട്. ഞാനിത് വാട്ടിയെടുക്കാൻ നേരത്തും ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് ഉപ്പ് പൊടി തൂളി കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് അങ്ങ് കുലുക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ഉപ്പ് നല്ല പോലെ ആയിക്കോളൂല്ലോ. അപ്പോൾ എന്നിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. ഇനിയിപ്പം ഇച്ചിരി എരിവും കൂടി ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വല്ല മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.